പിന്നെ ഇത് മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ശ്രീ എം കെ ഹരിദാസ് ഈ 2014 രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ ഏതാണ്ട് ഇരട്ടിയിലധികം തുകയാണ് 2019 ചെലവഴിച്ചത്. സ്വാഭാവികമായിട്ടും ഇലക്ട്രൽ ബോണ്ട് വന്നതിന് ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു 2019. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ സ്വാധീനം കണ്ട ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഇതിൽ വലിയ അത്ഭുതം തോന്നേണ്ട കാര്യമില്ലല്ലോ. കാരണം അത്രമാത്രം തുക സമാഹരിച്ചു ആദ്യ 2 വർഷങ്ങൾ കൊണ്ട് തന്നെ, അല്ലേ? തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. 2 വർഷങ്ങൾ കൊണ്ട് ഇത്രയും തുക ഇലക്ട്രൽ ബോണ്ട് വഴിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉത്തരമാണത്. തങ്ങൾ ഭൂരിപക്ഷം നൽകി അധികാരത്തിൽ കയറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെയായിട്ടാണ് ഇത്തരത്തിൽ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന വിധത്തിൽ അവരിൽ നിന്ന് സംഭാവന വാങ്ങിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവം ഭരിക്കുന്നവർ അത്തരക്കാരോട് കാണിക്കുന്നത് എന്ന് അറിയാനുള്ള ജനങ്ങളുടെ ഒരു അവകാശത്തെ തടഞ്ഞു നിർത്തുകയായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടികൾ. ഇതിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ലക്ഷ്യമെന്നുള്ളത് നമുക്കിത് പുറത്തു വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് മഞ്ജുഷ, ഇപ്പം നാളെ തൊട്ടിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് നിർത്തിയത് കൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടുത്തെ കോർപ്പറേറ്റുകളും അതുമാതിരി തന്നെ കള്ളപ്പണ മാഫിയയും കൊടുക്കാൻ പോകുന്ന ഈ പണത്തിൻ്റെ ഒഴുക്കൊന്നും കുറയാൻ പോകുന്നില്ല. മുതലക്കുഞ്ഞുങ്ങളെ ഒരു സ്ഥലത്തും ഒരു രാജ്യത്തും അല്ലെങ്കിൽ ഒരു വിധത്തിലും അവരെ നീന്തം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ജനിക്കുമ്പോൾ തന്നെ വെള്ളത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവ കരയ്ക്ക് വരുന്നത് നീന്തിയിട്ടാണ്. അതുപോലെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ. അത് ഇന്ത്യയിലെ എന്ന് എടുത്തു പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിക്കാനുള്ള അവരുടെ കഴിവ് മറ്റ് ഒരു രാജ്യത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഒരു ഇലക്ഷനെ ചെലവായി എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും പുറത്തുവിടുന്ന തുച്ഛമായിട്ടുള്ളൊരു തുകയാണ് പറയുന്നത്. അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ചെലവാകുന്നത് എന്ന് ഈ ഇലക്ഷൻ കമ്മീഷനും അറിയാം, ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം. പക്ഷേ ആ ഒരു വിവരം പുറത്തു വരാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതിലിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ട് ഇറക്കിക്കൊണ്ട് സംഭാവന ഞങ്ങൾ സ്വീകരിക്കൂ എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ സത്യത്തിൽ ജനങ്ങളെ അങ്ങേയറ്റം നമ്മൾ വരില്ലേ, ജനങ്ങളുടെ മുമ്പിൽ കണ്ണിലൊരു കറുത്ത തുണി കെട്ടിയൊരു പ്രതീതിയാണുള്ളത്. ഇവർ ആരിൽ നിന്ന് സംഭാവന വാങ്ങുന്നു എന്നറിയാനുള്ള ജനങ്ങളുടെ അവകാശമാണ് നിഷേധിക്കപ്പെട്ടത്. അത് ഇന്ന് സുപ്രീം കോടതിയിൽ കൃത്യമായിട്ട് ഇത്തരത്തിലൊരു വിധി വരിക വഴി അത് BJP എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് ഏറ്റിട്ടുള്ള ചെകിട്ടത്തേറ്റുള്ള ഒരു അടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇവിടെ ഒരു കോൺഗ്രസ് പ്രതിനിധിയെ പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് ഏറ്റവും ഉത്കണ്ഠ എനിക്ക് ഈ ചർച്ച ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം കേൾക്കാനായിരുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും കൗതുകകരമായിട്ട് ഞാൻ വിചാരിച്ചത്. പക്ഷേ കോൺഗ്രസിൻ്റെ ആരും ഇതിലില്ല, അവർ ഇതിൽ പങ്കെടുക്കുമെന്നും തോന്നുന്നില്ല. കാരണം ഈ വിധിക്ക് മാനസികമായിട്ട് ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞതൊന്നും കണക്ക് കൂട്ടണ്ട, മാനസികമായിട്ട് അവർ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞമാതിരി 1200 കോടി രൂപയോളം അവർക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അവർക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ലല്ലോ. ഞാനിനി മറ്റൊരു കാര്യം ഒരു വിഷയം പറയുകയാണ്. ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള മോദിയുടെ ഒരു പ്രസംഗം ഏറെ വിവാദമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഓരോ ഇന്ത്യക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ 15 ലക്ഷം രൂപ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൃത്യമായ ഹിന്ദിയിലുള്ള അർത്ഥം അറിയാതെ ഒരുപാട് കാലം അതിനെ മറ്റൊരു നിലയിൽ വിമർശിച്ചിട്ട് ഇവിടുത്തെ ചാനൽ മേധാവികൾ വരെ വളരെയധികം കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത്തരത്തിൽ നമുക്ക് കാണണ്ട. 15 ലക്ഷം രൂപ ഞാൻ വിദേശത്ത് നിന്ന് കള്ളപ്പണം കൊണ്ടുവന്ന് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇട്ട് തരുന്നതല്ല അദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വയ്ക്കുക. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് കേട്ടാൽ മനസ്സിലാവും. വിദേശത്തുള്ള കള്ളപ്പണം ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ ഓരോ ഇന്ത്യക്കാരൻ്റെ അക്കൗണ്ടിലും 15 ലക്ഷം രൂപ ഇടാനുള്ള അത്രയും കള്ളപ്പണം വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നു. നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ 10 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ട് ഈ വിദേശത്തുള്ള എത്ര കള്ളപ്പണം ഈ മോദി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്? 1 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്നും ഇട്ട് തരണ്ട. 1 രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അതിന് അദ്ദേഹം അത് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ അന്വേഷണം ചെന്ന് നിന്നത് എവിടെയാണ്? ഈ കള്ളപ്പണം ഈ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണങ്ങൾ മുഴുവൻ BJPക്ക് അത്രയേറെ വേണ്ടപ്പെട്ട ഒത്താശ ചെയ്യുന്ന അവർക്ക് ഇത്തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ടും മറ്റും അവരുടെ എല്ലാ ചെലവുകൾക്ക് വേണ്ട എല്ലാ തിരഞ്ഞെടുപ്പ് സംഭാവനകളും കൊടുക്കുന്നവരുടെ പണമാണ് അവിടെ കിടക്കുന്നത്. അറിഞ്ഞതുകൊണ്ടല്ലേ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. നമുക്കതിനെ വേറൊരു നിലയ്ക്കും മോദി ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇടേണ്ട കാര്യമൊന്നും കാണണ്ട. ഈ ഒരു കാര്യം ഉദാഹരണമാക്കിക്കൊണ്ട് തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് ഈ BJP എന്ന രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം ഉപയോഗം ചെയ്തിട്ടാണ് അവരുടെ അക്കൗണ്ടിലേക്ക് ഏകദേശം 6500 രൂപ വന്നത് എന്നതും ഇവിടുത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ 5500 കോടി രൂപ, അതായത് പ്രാദേശിക പാർട്ടികളിലേക്ക് 5000-ന് മേൽ കോടികൾ രൂപ എത്തുന്ന വിധത്തിൽ ഇത്തരത്തിലൊരു ഫണ്ടിങ് ഉപയോഗപ്പെടുത്താൻ ഈ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായി എന്നുള്ളതും അങ്ങേയറ്റം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ ചിന്തിപ്പിക്കേണ്ടതാണ്. കേരളത്തിലെ ജനങ്ങളെ അതിൽ വ്യത്യസ്തമായുള്ള CPM ആണ്. CPM എന്ന് പറയുന്ന പാർട്ടി അവർ ഈ ഇലക്ട്രൽ ബോണ്ട്
പോലെ CPM ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചു. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾക്കെതിരെ കോടതിയെ സമീപിക്കുവാനും CPM തയ്യാറാവുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ആ ഒരു പോരാട്ടം തുടർന്നത് ഇത്രയും നാൾ. തീർച്ചയായിട്ടും ഞാൻ അതിനെ CPM-ന്റെ ആ കാഴ്ചപ്പാടിനോട് സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ എന്നിട്ട് അവരുടെ കൈകൾ ശുദ്ധമാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഈ ചർച്ചയിൽ ഈ മാസപ്പടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് രൂപപ്പെടുന്നത്. PV-ക്കായാലും കുഞ്ഞാലിക്കുട്ടിക്കായാലും രമേശ് ചെന്നിത്തലയ്ക്കായാലും ഇതിലെ ഒരു കാര്യം ആ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഉപകാരപ്രദമാണ്. കാരണം തെരഞ്ഞെടുപ്പ് ബോണ്ട് നേരിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് പോകും. മറ്റേതങ്ങനെയല്ലോ. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ സോണിയാഗാന്ധി AK ആന്റണിയെ പിടിച്ചിട്ട് പ്രതിരോധ മന്ത്രിയാക്കിയപ്പോഴത്തെ ഒരു തമാശ കഥ അന്ന് കേട്ടിരുന്നു. അതായത് ഒരു പ്രതിരോധ മന്ത്രിയാണ് ആരാണോ ഭരിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൃത്യമായിട്ടുള്ള കമ്മീഷനോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിരോധ മന്ത്രിമാരൊക്കെ, അതിനു മുമ്പുള്ള പ്രതിരോധ മന്ത്രിമാരൊക്കെ, അതായത് കോൺഗ്രസിനെ വെട്ടിച്ചുകൊണ്ട് അവർ സ്വയം വലുതാവാൻ ശ്രമിച്ചപ്പോൾ AK ആന്റണി അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടായിട്ടല്ല അദ്ദേഹത്തിനെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാക്കിയത്. ഇത്രയും വലിയ ശത്രുക്ക് രാജ്യത്തിന് ഇത്തരത്തിലൊരു പ്രതിരോധ മന്ത്രി മതിയോ എന്നൊരു ചോദ്യം അന്ന് വന്നിരുന്നു. പക്ഷേ സോണിയാഗാന്ധി ആ കനിവ് കാട്ടിയത് എന്താണെന്നറിയോ? കിട്ടുന്ന പൈസ കൃത്യമായിട്ട് സോണിയാഗാന്ധിക്ക് കിട്ടുമെന്നുള്ള ആ ഉറപ്പിലാണ് അദ്ദേഹത്തെ ആക്കിയത് എന്ന് തമാശയ്ക്കോ കാര്യത്തിനോ അന്നൊരു കഥ പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ ശശിധരൻ കർത്തായിൽ നിന്നും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും കൈപ്പൊക്കി പറഞ്ഞു ഞങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ആ പൈസ കൃത്യമായിട്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ എത്തിയോ, അതിന് എത്ര റെസീറ്റ് ശശിധരൻ കർത്തയ്ക്ക് കൊടുത്തു, അല്ലെങ്കിൽ അത് പാർട്ടിക്ക് എത്ര കൊടുത്തു എന്നുള്ളൊരു തെളിവ് നമുക്കില്ല. അത് വാങ്ങി കിട്ടിയത് അതിൻ്റെ പകുതിയാകാം, അല്ലെങ്കിൽ മുക്കാൽ ഭാഗമാവാം, ഒരുപക്ഷെ മുഴുവൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അത്തരത്തിലൊരു കാര്യം ചിന്തിക്കുമ്പോൾ മഞ്ജു ഷുബിന്റെ ഇടയിൽ കയറി പറഞ്ഞത് ശരിയാണ്. ഈ ഇലക്ട്രൽ ബോണ്ടാണ് നല്ലത്. കാരണം അത് വ്യക്തിക്ക് മാറിയെടുക്കാൻ പറ്റില്ലല്ലോ, അത് പാർട്ടിയുടെ പേരിലല്ലേ. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ആയാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇത്തരത്തിലുള്ള ഫണ്ടിങ് ആയാലും അതിനൊക്കെ അതിൻ്റേതായ പ്രാപ്തി നേടിയ രാഷ്ട്രീയക്കാരാണ് ഇന്ത്യയിൽ. അവർ ജനങ്ങളുടെ സുരക്ഷയും ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ അവർ അവരുടെ നമുക്കിപ്പോൾ BJP അധികാരത്തിൽ കയറിയ 10 വർഷം കൊണ്ട് അവരുടെ ഫണ്ടിങ് എവിടെ പോയി നിൽക്കുന്നു, ഭരണത്തിലില്ലാത്ത കോൺഗ്രസിന്റെ ഫണ്ടിങ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് അറിയില്ലേ. ഇനി വിവരാവകാശത്തെക്കുറിച്ചും കൂടി ഒരു 2 വാക്ക് പറയാൻ എനിക്ക് സമ്മതിക്കണം. ഈ വിവരാവകാശം എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ അന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞത് 2ാം സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം പോലുള്ളൊരു വിഷയമാണിത് എന്നാണ്. അതിനെ അത്തരത്തിൽ തന്നെ കാണുമ്പോൾ തന്നെ ഇന്നത്തെ ഈ സുപ്രീം കോടതി വിധിയെ ഞാൻ കാണുന്നത് ഒരു 3ാം സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനമായിട്ടാണ്. ഇതുകൊണ്ട് ഇന്ത്യയിലത്തെ ഇത്തരത്തിലുള്ള കള്ളപ്പണത്തിന്റെ ഒഴുക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി വന്നിരുന്നത് അത് വേറെ വഴിക്ക് ഇനി അവരിലേക്കൊക്കെ എത്തും. എങ്കിൽ പോലും ഈ വിധി വളരെയധികം സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ വിവരാവകാശ നിയമത്തെ ജനിപ്പിച്ചവർ തന്നെ, ഇപ്പൊ ഈ നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണം പറയേണ്ടത് എന്താ, വിവരാവകാശ നിയമത്തിന്റെ അമ്മ UPA സർക്കാരാണെങ്കിൽ അച്ഛൻ ഞങ്ങളാണെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ അച്ഛൻ ആയിട്ടുള്ള ഈ പ്രകാശ് കാരാട്ടിന്റെ പാർട്ടി ഇവിടെ കേരളത്തിൽ 2016 അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം ചെയ്തത് എന്താ? അതായത് മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്തേക്ക് അതിൻ്റെ മാർജിനിൽ അവരെഴുതുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് കൊടുക്കേണ്ടുന്നൊരു നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വിവരാവകാശ നിയമം അങ്ങേയറ്റം പ്രതിസന്ധി നേരിടുന്നൊരു കാലഘട്ടമാണ്. കേരളം പോലുള്ളൊരു പ്രബുദ്ധ സംസ്ഥാനത്ത് പോലും ഏകദേശം 3.5% ജനങ്ങളാണ് ഈ വിവരാവകാശ നിയമത്തെ ഉപയോഗിക്കുന്നവരായിട്ടുള്ളത്. അതിൽ തന്നെ കേവലം 0.75% പൊതു താല്പര്യം മുൻനിർത്തിയിട്ട് പ്രവർത്തിക്കുന്നവരായിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഇത്തരത്തിലുള്ളൊരു വിധി അവർക്കൊക്കെ പ്രചോദനം നൽകുമെങ്കിൽ അതിനെ നമ്മളെപ്പോലുള്ളവരൊക്കെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യണം. ശരിയാണ്. എന്തായാലും സുപ്രീം കോടതി പോലും വിവരാവകാശ നിയമത്തിന്റെ പ്രാധാന്യമാണ് എടുത്തു പറഞ്ഞത്. ഈ കള്ളപ്പണം തടയുക എന്നുള്ള കേന്ദ്രത്തിന്റെ ആ ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, അത് ഇലക്ട്രൽ ബോണ്ടുകളിലേക്ക് വഴിവെച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ വിവരാവകാശ നിയമത്തിന്റെ പ്രാധാന്യമാണ് സുപ്രീം കോടതി എടുത്തു പറഞ്ഞത്. ഓരോ വോട്ടർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിയും ആരിൽ നിന്നൊക്കെയാണ് പണം വാങ്ങിയത് എന്ന കാര്യം അറിയുവാനുള്ള അവകാശമുണ്ട്. അത് ഭരണഘടന